ആന ചവിട്ടി മകളിൽ കയറിയാണ് ചക്ക എടുത്ത് തിന്നിട്ട് അടത്ത് തിന്നിട്ട് തിരിച്ചിറങ്ങുന്നത്. തിരിച്ചിറങ്ങിയിട്ട് ഇതുവഴി പോയിട്ട് അത് കയറുന്ന വഴി വരില്ല. അവർ ഈ തിട്ടയിൽ കയറിയിട്ട് തിരിച്ച് ആന ഇതുവഴി ഇറങ്ങി ഇതിലെ ഇടിച്ച് കയറിയെങ്കിലും അതുവഴി തിരിച്ചിറങ്ങി. ഇപ്പോഴും മറ്റേ കുട്ടിയും തള്ളയും കൊമ്പനും അവിടെ കിടന്ന് വിളിക്കേന് എന്ത് പേടി. നമുക്കവിടെ ജീവിച്ചല്ലേ ഒക്കുള്ളൂ. നമ്മൾ എവിടെ ഓടും. എല്ലാ വീടുകളിലും ഉണ്ട് ഇവരെ ഈ മൃഗങ്ങളെ ശല്യം. കാരണം എല്ലാവരും വളർത്താതെ ഇരുന്നവരും അല്ല വളർത്തി പോകും. കാരണം ഇവരുണ്ടെങ്കിൽ നമ്മൾ എന്തും വന്നാലും അറിയും, അവർ ഓട്ടിക്കും. അവർ തന്നെയാണ് കാവല്. നമ്മൾ അവരെ കൊര കേട്ടിട്ടാണ് ഞങ്ങൾ എണീക്കണത് തന്നെ. വോട്ടിന് വേണ്ടി മാത്രം വന്ന് അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാം എന്നൊക്കെ പറയും. ഇപ്പം തന്നെ ഇലക്ഷനായിട്ട് വിജയകുമാർ സാറൊക്കെ വന്ന് അങ്ങ് പോയി. വോട്ടിന് വേണ്ടി മാത്രം, അല്ലാതെ ആരും വരില്ല. വന്യജീവികളെ ഭയന്ന് ഓരോ നിമിഷവും തള്ളി നീക്കുന്ന കുറച്ച് ജീവിതങ്ങളുണ്ട് ഇവിടെ. വാഗ്ദാനങ്ങൾക്കൊന്നും ഇവരുടെ കണ്ണീരൊപ്പാൻ സാധിക്കുന്നുമില്ല അവരുടെ ജീവിത കാഴ്ചകളിലേക്ക്. വിതിര ഗ്രാമപഞ്ചായത്തിൽ മണലി വാർഡിൽ എൻ്റെ ഒരു അറിവനുസരിച്ച് 9 ഊരുകൂട്ടങ്ങൾ ഇന്ന് ഈ ഒരു വാർഡിനകത്തുണ്ട്. എല്ലാം 99% ആദിവാസികളാണ്. 1% മാത്രമേ പുറത്തുള്ളവർ മാത്രമേ ഉള്ളൂ. നിരന്തരം ആനശല്യമാണ് ഈ പ്രദേശത്ത് ഇപ്പം നടക്കുന്നത്. കാട്ടുപോത്ത്, പന്നി, ആന എല്ലാം ഉണ്ട്. പേടിയുണ്ട്. മഴ സമയത്താണ് കൂടുതൽ ഇത് ശല്യമായിട്ട് പറഞ്ഞത്. ഇന്നലെ രാത്രിയും ആന വന്ന് പ്ലാവിൽ ചക്ക ഒതുക്കി തിന്നുകയൊക്കെ ചെയ്ത് നമ്മൾ ലൈറ്റ് അടിക്കുമ്പോഴത്തേന് കുറച്ചങ്ങ് മാറി നിൽക്കും. പിന്നെ വീണ്ടും വരും. നേരം വെളുക്കുമ്പോൾ അത് വനത്തിലോട്ട് കയറി നിൽക്കും. വീണ്ടും രാത്രിയാകുമ്പോൾ വീണ്ടും വരും. രാത്രി സമയങ്ങളിൽ പകലൊക്കെ മേഖലയിലൊക്കെ വന്ന് നടക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനൊന്നും പോകില്ലല്ലോ. ഇപ്പോഴങ്ങനെ കൂടുതലായിട്ട് വനത്തിലൊന്നും പോകില്ല. എന്നുവെച്ചാൽ ഇതിൻ്റെ ശല്യം രൂക്ഷമാണ്. ഈ ആ സമയത്താണ് പറഞ്ഞതെന്നൊന്നും അറിയാൻ പറ്റില്ല. കാട്ടുപോത്തുണ്ട്, ആനയുണ്ട്, മ്ലാവുണ്ട്, പന്നിയുണ്ട്. കരടി ഇന്നാൾ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. അപ്പോൾ പ്ലാവിൻ്റെ മണ്ടയിൽ ഇരിക്കുന്നത് നമ്മൾ കണ്ടത്. അപ്പോൾ ആൾക്കാരെ ലൈറ്റ് അടിച്ച് ചെന്നപ്പോൾ അത് പെട്ടെന്ന് തറയിൽ ചാടി. അപ്പോൾ കുറേ ചക്കകളും വന്നു വീണു. ഇവിടെ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വരാൻ നേരത്ത് ഞാൻ 2-3 തവണ ആനയുടെ ഫ്രണ്ട് നിന്നിട്ടുണ്ട്. പിന്നെ വണ്ടി ഇട്ടിട്ടൊക്കെ ഞാനും ഓടിയിട്ടുള്ളത്. പിന്നെ എൻ്റെ ചേട്ടനൊക്കെ വിളിക്കുക അവരെ വരും. ഇവിടെയുള്ള എല്ലാവരും പറയും മുന്നോട്ട് പോകരുത്, ആന ഇങ്ങോട്ട് ഫ്രണ്ടോട്ട് ഓടിക്കും, നിങ്ങളെ ബാക്കിലോട്ട് നിൽക്കാനാണ് പറയണം. ഇപ്പോൾ ഇത് തലത്തൂതക്കാവ് സ്കൂളാണ്. ഈ സ്കൂളിന് വേണ്ടി വനം വകുപ്പ് 1 ഏക്കർ 14 സെൻറ്റ് സ്ഥലം തന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്യമൃഗങ്ങൾ കയറാതിരിക്കാനും കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്നതിനും വേണ്ടി ചുറ്റുമതിലിട്ട്. പക്ഷേ ആ ചുറ്റുമതിൽ ഇടിച്ച് കാണുന്ന ആ സ്ഥലത്തൂടെ ഇടിച്ച് 2ാം പ്രാവശ്യമാണ് അതുവഴി ഇടിച്ച് കയറിയിട്ട് ഇവിടെ വന്ന ശേഷം ഈ തിട്ടയിൽ ആന ചവിട്ടി മകളിൽ കയറിയാണ് ചക്ക എടുത്ത് തിന്നിട്ട് അടത്ത് തിന്നിട്ട് തിരിച്ചിറങ്ങുന്നത്. തിരിച്ചിറങ്ങിയിട്ട് ഇതുവഴി പോയിട്ട് അത് കയറുന്ന വഴി വരില്ല. തിരിച്ചിറങ്ങുന്നത് മറു സൈഡിൽ കൂടെയാണ് ഇടിച്ച് താഴെ ഇറങ്ങുന്നത്. കിടങ്ങ് ഇപ്പം ഇത് ഇടിച്ചിട്ട് 2 മാസമായി. അത് ഇതിലെ ഇടിച്ച് കയറിയാണ് ചക്ക അത് അവിടെ പോയി ചക്ക പറിച്ച് തിന്നിട്ട് അതുവഴി തിരിച്ചിറങ്ങിയത്. ഇനിയിപ്പോൾ ഇതിനകത്ത് മാങ്ങയായി. മാങ്ങ നുള്ളിപ്പറക്കി തിന്നതിന് വീണ്ടും ഇത് ഇടിക്കും. ആദിവാസി കുട്ടികൾ മാത്രം പഠിക്കുന്ന ഈ സ്കൂളാണ്. സുരക്ഷിതമായ ഒരു കെട്ടിടമല്ല ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ കെട്ടിടത്തിനകത്ത് ഈ മരങ്ങൾ വീണ് കഴിഞ്ഞാൽ കുട്ടികളുടെ ജീവന് ഭീഷണിയാണ്. പിള്ളേർ പേടിച്ചാണ് എന്നും നിരന്തരം രക്ഷിതാക്കളുമാണ് ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ വിദ്യാവാഹിനി വണ്ടി ഉള്ളതുകൊണ്ട് സ്കൂൾ മുറ്റത്തിറക്കും, അതേപോലെ തിരിച്ച് കൊണ്ടുപോകും. 5 മണിക്ക് മുമ്പ് കുട്ടികളെ വീടുകളിൽ എത്തിയില്ല എങ്കിൽ 4 ചുറ്റും പിന്നെ ആനയും കാട്ടുപോത്തിൻ്റെയും ശല്യം. ഈ വനമേഖലയിൽ ആന വന്ന് പുരയിടത്തിറങ്ങിയാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചു കഴിഞ്ഞാൽ അവർ വരുന്നുണ്ട്. RRTക്കാരും ഇവിടെ വരുന്നുണ്ട് ആനത്ത്. പക്ഷേ വനത്തിനകത്ത് കയറി കഴിഞ്ഞാൽ അതിനെ വനമായതുകൊണ്ട് അവർക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. 5 മണി കഴിഞ്ഞാൽ ഈ മേഖല എന്ന് പറഞ്ഞാൽ കുമ്പ്രാങ്കല്ല്, ചെമ്പിക്കുന്ന്, പള്ളിപ്പരക്കരിക്ക, ആലുമുടി, ഈ കല്ലംകുടി, തലത്തുതൊക്കെ ഈ മേഖലകളിൽ കാൽനട പോലും പറ്റാത്തൊരവസ്ഥയാണ്. വാഹനങ്ങൾ പിടിച്ചാണ് പോകുന്നത്. ബസ് സൗകര്യം ഇവിടെ ഇല്ല. ഒരു തലത്തുതൊക്കെ ബസ് ഉള്ളത് രാവിലെ ഒരു 7 മണിക്ക് വന്ന് തിരിച്ചു പോയാൽ പിന്നെ ഇവിടെ ബസ്സില്ല. ഭയന്ന് ജീവിക്കേണ്ട ഒരവസ്ഥയാണ് ഇന്ന് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കൃഷിയിടങ്ങൾ കൃഷി ചെയ്യാനേ പറ്റുന്നില്ല. കൃഷി വാഴ, തെങ്ങ്, കമുക് അങ്ങനെയുള്ളതൊന്നും നടാൻ പറ്റൂല. എല്ലാം മരച്ചിനിയായിരുന്നാലും എടുത്ത് വിറ്റ് ജീവിക്കാൻ പറ്റൂല നട്ട് കഴിഞ്ഞാൽ. കുറച്ച് ദിവസമായി എളുപ്പം അതിലിടിച്ചിട്ട് ആദ്യം ഇടിച്ച് കളഞ്ഞ് പിന്നെ കെട്ടിയതാണ്, പിന്നെ അത് ഇടിച്ച്. ഞങ്ങൾ ഇവിടെയാണ് കിടക്കണതെന്ന് വെച്ചാൽ നമുക്ക് പുറത്ത് കിടന്നാലേ
വീട്ടിനുള്ളിൽ കയറി കിടന്നാൽ നമുക്ക് ഈ മൃഗങ്ങൾ വന്നാൽ നമുക്കൊന്നും അറിയാൻ പറ്റൂല. എന്നാൽ ഞങ്ങൾ പാട്ടയൊക്കെ വെച്ച് കൊട്ടയും വിളിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഒരു വീട്ടിൽ അങ്ങനെ വിളിക്കുമ്പോൾ തന്നെ അടുത്തുള്ള വീട്ടുകാരൊക്കെ വന്നിട്ട് ഓട്ടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ആണുങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഈ തെറ്റാടി കൊണ്ട് കല്ല് വെച്ചൊക്കെ ചൂണ്ടി ഓട്ടിക്കും. പിന്നെ വണ്ടിയിൽ പോയിട്ട് വരുന്ന സമയത്തും പോണ വഴിക്കൊക്കെ ആനകൾ നിൽക്കുകയും വണ്ടിക്കാരന് പേടിയല്ലേ, അങ്ങനെ മുന്നിലൊക്കെ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തോട്ട് പോകാനും ഒക്കെ ഒരുപാട് കിലോമീറ്റർ പോയി വേണം നമുക്ക് കടയിലൊക്കെ പോകാനൊക്കെ. ഇപ്പോൾ ഒറ്റയ്ക്കൊന്നും പോകാനൊക്കെ പറ്റില്ല. പിന്നെ 4-5 പേരൊക്കെ കൂടി ഓട്ടോ വിളിച്ച് അത് 800 രൂപ കൊടുക്കണം ഞങ്ങൾ പുറത്ത് പോയി സാധനം വാങ്ങി ഇവിടെ വരണതിന് ഓട്ടോ കൂടി. ഇവർ തന്നെയാണ് ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ഞങ്ങളെ വീടും പരിസരവും എല്ലാം കാക്കണ കാവൽക്കാർ ഇവർ തന്നെയാണ്. ഇപ്പോൾ എല്ലാ വീടുകളിലും ഉണ്ട് ഇവരെ ഈ മൃഗങ്ങളെ ശല്യം. കാരണം എല്ലാവരും വളർത്താതെ ഇരുന്നവരും എല്ലാം വെള്ളത്തിൽ പോകും. കാരണം ഇവരുണ്ടെങ്കിൽ നമ്മൾ എന്തും വന്നാലും അറിയും, അവർ ഓട്ടിക്കും. അപ്പോൾ നമുക്കറിയാം അവർ ഓരോരുത്തർക്കും ഈ ആന വന്നാൽ അവർ കുരയ്ക്കൂല. അവർ ഒരു സൗണ്ട് എന്ന് വെച്ചാൽ ഒരു തരം മൂളലുണ്ട്. പുറത്ത് വന്നാൽ കുരയ്ക്കും, ബാക്കി മ്ലാവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നാൽ പന്നിയൊക്കെ വന്നാൽ കുരയ്ക്കും. അത് ഈ രാത്രി നമ്മൾക്ക് വേണ്ടിയിട്ടാണല്ലോ പട്ടികൾ വെളിയിലൊക്കെ കാവലിക്കുന്നത്. അപ്പോൾ ഈ പുലി വരുന്നത് പമ്മി വരുന്നതുകൊണ്ട് നമ്മൾ ഈ പുലി പട്ടികളെ പിടിക്കുന്നത്. നമ്മൾ ഇത് അറിയുന്നില്ല, 2-3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അറിയുന്നു ഈ പട്ടീൻ്റെ എല്ലും ഇതിൻ്റെ ഇത് അവയവം കാണുന്നിടത്താൻ മനസ്സിലാണ്. പുള്ളി ഇങ്ങോട്ട് ഇറങ്ങാറുണ്ട്, ഈ പുലിയൊക്കെ പമ്മി ഇങ്ങോട്ട് ഇറങ്ങാറുണ്ട്. വേറെ പേടിയുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഇട്ടിക്കുന്ന തന്നെ ആ സാരിയും ഇതൊക്കെ കെട്ടിയിട്ടിക്കുന്നതുകൊണ്ടാണ് ആ കപ്പയൊക്കെ കിടക്കുന്നത്. ഇല്ലെങ്കിൽ എന്നേ തീർത്താനെ. ഇപ്പോൾ ഒരു 6-7 വർഷമാവും ഇത്രയും കൂടുതലായിട്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയത്, ഇത് വേറൊരു പാലിൻ്റെ ഇതിങ്ങനെ വെച്ച് തെറ്റാടിയിട്ട് എന്തരിക്കും. വീട്ടിന് നാശനഷ്ടം ഇതുവരെയ്ക്കും ഉണ്ടായില്ല. ഇനി മഴക്കാലാകുമ്പോൾ ചിലപ്പോൾ ഇനി നമ്മൾ കിടന്ന് ഉറങ്ങും, മഴ പെയ്യും, അപ്പോൾ കറണ്ട് കാണൂല. അപ്പോഴും മുറ്റത്തൊക്കെ പ്ലാവ് മുകളിലൊക്കെ പ്ലാവ് അവിടെ അടുത്തുണ്ട്. അപ്പോൾ അതിൽ ശരിക്കും ചക്കകളും ഉണ്ട്. അപ്പോഴും വന്ന് നിൽക്കും, മുറ്റത്ത് വന്ന് നിൽക്കും, തടത്തിൽ വന്ന് നിൽക്കും. ഇലക്ഷൻ വരുമ്പോൾ എല്ലാവരും വരും, അത് ചെയ്യാം ഇത് ചെയ്യാമെന്ന് പറയും, അല്ലാതെ ആരും വരെയൊന്നുമില്ല. ഉറങ്ങാൻ പേടിയെന്ന് പറഞ്ഞാൽ കഥവില്ല. ഇപ്പം മെയിൻ്റനൻസ് ആണ്, കഥവുമില്ല, തുണിയുമില്ല, ഒന്നുമില്ല. തുണി കെട്ടിയിട്ടാൽ എല്ലാം പറയും. ഇപ്പോൾ ജോലിക്ക് ഇറങ്ങിക്കുന്നു മെയിൻ്റനൻസിന്. ഞങ്ങൾ പിന്നെ അവിടെ കിടന്നല്ലേ പറ്റൂ. ഞാൻ 71 വയസ്സുണ്ട്. അതുവരെ എൻ്റെ അച്ഛൻ തന്ന ഭൂമിയാണ് ഞാൻ കിടക്കുന്നത്. ഒന്നും ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എല്ലാവരും പിന്നെ സമരങ്ങൾ ചെയ്യുന്നുണ്ട്. ആര് വന്നിരുന്നാലും എവിടെ പോയിരുന്നാലും ഇത് തന്നെയാണ് പറയുന്നത്. നമുക്ക് ആനക്കിണങ്ങെടുത്ത് തന്നാലേ പൊടിയേക്കാലം അങ്ങോട്ട് ചാത്തൻകൂടെ ആ ഭാഗത്തൊക്കെ അതൊക്കെ പണ്ടേ എടുത്ത് കൊടുത്തിട്ടുണ്ട്. സർക്കാർ എടുക്കുമെന്ന് പറയണതല്ലാതെ ഒന്നും ചെയ്യണില്ല. സ്ഥലങ്ങളൊക്കെ വസ്തുക്കളൊക്കെ വിറ്റ് പോയിട്ടുണ്ട്. അല്ലാതെ വസ്തുക്കളൊക്കെ ഇട്ടിട്ട് തന്നെ പുറത്തൊക്കെ കാശുള്ളവർ പുറത്തൊക്കെ പോയി വാങ്ങിയൊക്കെ താമസിക്കുന്നുണ്ട്. പോകണമെന്ന് ആലോചിക്കാൻ ഇനി ഇതുപോലെ നമുക്ക് കിട്ടൂലല്ലോ. വസ്തുക്കൾ നമ്മളെ കൊണ്ട് പറ്റൂല ഒരു കാലത്തും. ഇതൊക്കെ വിറ്റാൽ പോലും ഇതാരും വന്ന് വാങ്ങാൻ പോലും ഇല്ല. കാരണം ആനക്കാട്ടിലൊന്നും ആരും വരൂലല്ലോ. പിന്നെ ഈ ഉള്ള മണ്ണിൽ നമുക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി തന്നാൽ അത് തന്നെ വലിയ കാര്യമുള്ളൂ. ആനക്കടങ്ങെടുക്കാം എന്ന് വനം വകുപ്പ് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചുറ്റുമതിൽ സാക്ഷരതമല്ല. അത് പോയിട്ട് തന്നെ ഇതിനകത്ത് നിൽക്കുന്ന ആദിവാസി കുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളാണ്. ഈ സ്കൂള് നല്ല കെട്ടുറപ്പായ സ്കൂളാക്കി മാറ്റുകയും ഇവിടെ നിൽക്കുന്ന അപകടകരമായ മരുതി, മാവ്, പ്ലാവ് ഇങ്ങനെയുള്ള മരങ്ങൾ മുറിച്ച് മാറ്റുന്നതിനുള്ള നടപടി അടിയന്തരമായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം.